വലിയ വലിയ മാറ്റങ്ങൾക്ക് പലപ്പോഴും സ്ത്രീകൾ കാരണമാകും. ഇപ്പോൾ കണ്ണൂരിൽ ബോംബുകൾ എന്നും പൊട്ടുകയാണ്. എപ്പോൾ പൊട്ടും, എവിടെ പൊട്ടും, ആരാണ് ബോംബേറ്റ് ചിന്നിച്ചെതറുക എന്നറിയില്ല. എരഞ്ഞോളിയിലാണ് കഴിഞ്ഞ ദിവസം ബോംബ് പൊട്ടിയത്. എരഞ്ഞോളിയിൽ കൊല്ലപ്പെട്ട വേലായുധൻ്റെ അയൽക്കാരി സീന പറയുന്നു, സഹികെട്ടു, ഇവിടെ ജീവിക്കണം, ഇവിടെ ആളൊഴിഞ്ഞ വീട് മുഴുവൻ ബോംബ് നിർമ്മാണ ഹബ്ബുകളാണ്, ഇവിടെ ജീവിക്കാൻ നിവർത്തിയില്ല, തൊട്ടടുത്ത പറമ്പിൽ പാർട്ടിക്കാർ ബോംബെടുത്തോണ്ട് പോയി, എല്ലാവർക്കും ഇവിടെ ജീവിക്കണം എന്നൊരു സ്ത്രീ പാർട്ടി ഗ്രാമത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉറക്ക വിളിച്ചു പറയുകയാണ്. കേരളം എങ്ങോട്ടാണ് പോകുന്നത്? അതൊരു ദീനവിലാപം ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ ബോംബ് പാനൂരിലും ഒക്കെ ഉള്ളത് ചർച്ച ചെയ്തതാണ്. അല്ല, ദീനവിലാപമൊന്നും മാത്രമല്ല, സീന ഒരു പക്ഷേ ഒരു പാർട്ടിക്കാർ കൂടിയായിരിക്കും. പാർട്ടി ഗ്രാമമാണ്. പാർട്ടി ഗ്രാമമാണത്. കാരണം പാർട്ടി ഗ്രാമം എരഞ്ഞോളിയിലെ കാക്കളം എന്ന് പറഞ്ഞ സ്ഥലമാണിത്. അത് പാർട്ടിക്കാർ മാത്രമേ ഉള്ളൂ ഈ കാക്കളം. അപ്പോൾ സീന എന്നുള്ള സഖാവ് പരസ്യമായി സഹികെട്ടു, സഖാക്കൾക്ക് പോലും ജീവിക്കാൻ വയ്യ. സഖാക്കൾക്ക് സഹികെട്ടു എന്നുള്ളത് സഖാക്കൾ തെളിയിച്ചതാണല്ലോ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്. ഞങ്ങൾ തിരുത്തും എന്ന് പറഞ്ഞു, തിരുത്തുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ തിരുത്താനായിട്ട് പാർട്ടി തയ്യാറേ അല്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം തിരുത്തേണ്ടത് ജനമാണ്. അതെ, പാർട്ടിക്ക് തെറ്റുപറ്റില്ലല്ലോ. ഞങ്ങളല്ല, ജനമാണ് തോറ്റത്. ജനമാണ് തിരുത്തേണ്ടത്. അല്ലെങ്കിൽ ജനത്തിനെ നമ്മൾ പിരിച്ചുവിടും എന്നുള്ള നിലപാടിലാണ് പാർട്ടി. ഇപ്പോൾ പാർട്ടി തിരുത്തുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം മറ്റേ തിരുവല്ലയിലെ ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തിനെ തിരിച്ചെടുത്തിട്ടുണ്ടല്ലോ, വിവാഹിതയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത്. അതിന് മുമ്പ് ഇതുപോലെ വിവാഹിതയെ സഹായിച്ചതാണ് സർ. അതെ, DNA പരിശോധനയിൽ ഒരു സഖാവായ പോലീസുകാരൻ സഹായിച്ചു, കോൺസ്റ്റബിൾ പോലീസുകാരൻ. യുവതിയെയും സഹായിച്ചതായിരിക്കും പാർട്ടി വിലയിരുത്തുന്നത്. കാരണം ദീർഘകാലമായി, ഒരുപാട് കാലമായി കുട്ടികളില്ലാത്ത ഒരു ഭാര്യയായിരുന്നു. അപ്പോൾ ഒരു ഈ മറ്റേ ട്രീറ്റ്മെൻറ്റൊക്കെ പോയ എത്ര പൈസയാവും, പാർട്ടി സഹായിച്ചു. അപ്പോൾ തിരിച്ചെടുക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ പാർട്ടി ആ സഖാവിനെതിരെ എന്തിനാണ് നടപടിയെടുത്തത്? പാർട്ടി തെറ്റിദ്ധരിച്ചു പോയി. പിന്നെയാണ് അദ്ദേഹം നടത്തിയ സ്തുത്യർഹമായ സാമൂഹ്യ സേവനം മനസ്സിലാക്കിയത്. എന്നിട്ട് അതിൽ DNA പരിശോധനാ ബലത്തിൽ കുഴപ്പമുണ്ടാക്കാനായിട്ട് ഇവൻ നോക്കി. അതിലാണ് ഈ പോലീസുകാരെ സഹായിച്ചത്. അതിൽ നടപടിക്ക് ശേഷം അയാളെ തിരിച്ചെടുത്തു, ഈ സഖാവിനെ. പാർട്ടി വക വിത്തുകളെയാണ് CC സജിമോൻ തിരിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ ഒരു സഖാവിൻ്റെ, വനിത സഖാവിൻ്റെ കാറിൽ വെച്ചിട്ട് എന്തോന്ന് അഗ്നചിത്രമൊക്കെ എടുത്തു എന്ന് പറഞ്ഞിട്ട് പിന്നെയും കേസ് വന്നു, പിന്നെയും നടപടി വന്നു. ശൈലജയുടെ ഒക്കെ നേതൃത്വത്തിലാണ് ഈ നടപടി തിരുവല്ലയിൽ അന്വേഷിക്കാനായിട്ട് പോയത്. പിന്നെയും സജിലാലിനെ തിരിച്ചെടുത്തു. ഇപ്പോൾ 2 കേസുണ്ട് തുടർച്ചയായിട്ട്. ഇനിയിപ്പോൾ എത്ര നാൾ എന്നുള്ളതാണ് അടുത്ത നടപടി. ഈ പാർട്ടിയുടെ ധനമാണ് അദ്ദേഹം. അതാണ് ഈ തിരുത്തൽ നടത്തുന്നത് ഇങ്ങനെയാണ്. കാരണം അദ്ദേഹത്തിന് ചിലപ്പം മാനസാന്തരം വന്നതായിട്ട് എങ്ങനെയെങ്കിലും പാർട്ടി കണ്ടുപിടിച്ചിട്ടുണ്ടാവും. പാർട്ടിയുടെ അടുത്ത് വല്ല യന്ത്രമോ മറ്റോ. സാർ 6 പിന്തിരിപ്പനും 6 പഴഞ്ചനുമാണ്. ഇങ്ങനെയുള്ള ആളുകളെ ഇന്നത്തെ പാർട്ടിക്ക് ആവശ്യമാണ് സാർ. പിന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫിയുടെ ബിരുദ്, പിന്നെ നേരത്തെ IVF ട്രീറ്റ്മെൻറ്റ് എല്ലാവർക്കും അഫോർഡബിൾ അല്ല. അല്ലാത്തവരെ സഹായിക്കാൻ വേണ്ടി ഒരു സഖാവിനെ വിട്ടുകൊടുത്താൽ മതിയല്ലോ. ഈ പുരോഗമനപരമായി ചിന്തിക്കൂ. ഞാൻ സജിലാലിന്റെ കൂടെ അല്ല, ഞാനാണ് സുനിലിന് സജിലാലിന്റെ കൂടെ നിന്ന് ഘോരഘോരം അദ്ദേഹത്തിന് വേണ്ടി വാദിക്കും. അത് പാർട്ടിക്കാർക്ക് വേണ്ടേ സാർ അവസരങ്ങൾ? അങ്ങ് ഈ പാർട്ടിയുടെ കൂടെയാണ് നിൽക്കുന്നത്. കാരണം പാർട്ടി അല്ല തിരുത്തേണ്ടത് എന്നാണ് അങ്ങയുടെ വിശ്വാസം. ജനമാണ് തിരുത്തേണ്ടതെന്നാണ്. പാർട്ടിക്ക് തെറ്റ് പറ്റുമല്ലോ. ഇത്തിരി മുമ്പ് സാറാ എന്നോട് പറഞ്ഞു. അതെ, അത് ഞാൻ ഈ നടപടികൾ കണ്ടിട്ടാണ്. ഈ ബോംബിന്റെ കാര്യത്തിലും സജിലാലും രണ്ടും ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. ശരി ശരി, 2 ബോംബാണ്. ഇത് പണ്ട് ഈ ജർമ്മനിയിൽ ഈ ബർട്ടോൾട്ട് ബ്രെഖ്റ്റ് എന്ന് പറഞ്ഞ വലിയൊരു നാടകൃത്തുണ്ടായിരുന്നു. പട്ടിണിയായ മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് മഹാരാജാസ് കോളേജിൽ ശിവശങ്കരൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം പ്രൊഫസറായി, ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്തെ ഇതുപോലെ ഈ പട്ടിണി കിടക്കുന്ന മനുഷ്യ പുസ്തകം തിന്നു. പുത്തനൊരായുധമാണ് നിനക്കത് പുസ്തകം. ഇന്ന് ലോക പുസ്തക ദിനമാണ്. ഒരു നഗരത്തിൽ ഒരു അനീതി നടന്നാൽ വൈകുന്നേരത്തിനുള്ളിൽ അത് ചാമ്പലാവണം എന്നും ഒക്കെ. എങ്കിപ്പോ കേരളം കാണൂലായിരുന്നു. ഈ ശിവശങ്കരനോ മറ്റോ ഈ അവിടുത്തെ SFI സഖാക്കളൊക്കെ കൂടി നോട്ടീസൊക്കെ അടിച്ചതിൻ്റെ അകത്ത് ഈ ബൃഹത്ത് എന്നൊക്കെ ഉണ്ടായിരുന്നു.
പോലീസുകാർ വന്നു. പിന്നൊരു നോട്ടോറിയന കസിനോ അവർ വരും, ഏറ്റവും ദരിദ്രരായ ജനങ്ങൾ വരും. എവിടെയായിരുന്നു നിങ്ങൾ? ഇങ്ങനെ കുറേ കവിതകളൊക്കെ പാടി നടന്ന ഒരു കാലം. എന്നിട്ട് പോലീസുകാർ ഹോസ്റ്റലിൽ വന്നു. ആ ബെർട്ടോൾഡ് ബ്രത്തിൻ്റെ മുറി ഏതാണ്, അവന് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഈ SFI സഖാവാണ് ബ്രത്ത്, ഈ മഹാരാഷ്ട്രയിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് പോലീസുകാർ വന്നത്. അത് ശരി. ഇത് നടന്ന സംഭവം. അപ്പോൾ ബ്രത്ത് മറ്റേ CC-യിൽ അംഗമായിരുന്നു അവിടെ പാർട്ടിയിൽ. ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പിൽ ജർമ്മനിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തോറ്റുപോയി കഴിഞ്ഞപ്പോൾ ജനങ്ങൾ മണ്ടന്മാരാണ്, ജനങ്ങൾക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ തോറ്റതെന്ന് പറഞ്ഞിട്ട് പാർട്ടി പ്രമേയം പാസ്സാക്കി. അല്ല, ഇവിടെ ചെയ്തല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റ് ഇലക്ഷന് തോറ്റാൻ പോയപ്പോൾ കണ്ണൂരെ മറ്റൊരു ബാനർ വലിച്ചിട്ട് തോറ്റത് ഞങ്ങളല്ല നിങ്ങളാണെന്ന്. അപ്പോൾ ബ്രത്ത് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനി ഒരു കാര്യം ചെയ്യണം, ഈ ജനങ്ങളെ പിരിച്ചു വിടണം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടുത്തെ ജനങ്ങൾ പിരിച്ചു പോകുന്നുണ്ട് BJP-യിലോട്ട്. ഇപ്പോൾ അത് ഈ പിണറായി വിജയൻ പറഞ്ഞില്ലേ 2004 AK ആന്റണി രാജിവെച്ചത് ഈ തോറ്റതിലുള്ള ധാർമ്മിക ബോധം കൊണ്ടൊന്നുമല്ല, മറ്റേ അതിൻ്റെ അകത്ത് ആഭ്യന്തര സമരം കൊണ്ടാണെന്ന്. സത്യത്തിൽ പിണറായി വിജയൻ അങ്ങനെയാണെങ്കിൽ രാജിവെക്കേണ്ടതാണ്. കാരണം അങ്ങയുടെ പാർട്ടിയുടെ അകത്ത് ആഭ്യന്തര സമരം നടക്കുന്നുണ്ട്, അതാണ് ന്യായം. എങ്കിൽ ആന്റണി രാജിവെച്ചത് ആ ആഭ്യന്തര സമരം കാരണമാണെങ്കിൽ പാർട്ടിയിലെ ആഭ്യന്തര സമരം കാരണം പിണറായി വിജയൻ രാജിവെക്കണം. പാർട്ടിയിൽ ആഭ്യന്തര സമരം ഇല്ല എന്നാണോ അദ്ദേഹം ധരിക്കുന്നത്? പിണറായി രാജിവെന്നും വെക്കണ്ട. നമുക്ക് ബോംബിൻ്റെ കാര്യത്തിലേക്ക് പോകാം. ഈ ബോംബ്, എൻ്റെ ഒരു സംശയം, കണ്ണൂരിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ സംഘടന നടന്നുകൊണ്ടിരുന്നത് സംഘപരിവാരവും CPM തമ്മിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ വലിയ അങ്ങോട്ട് ഈ ഗോള് അടിക്കുന്ന പോലെ 1-1-1-2 ഇങ്ങനെ എല്ലാ ദിവസവും തലശ്ശേരിയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ആ കാലത്ത് ഞാൻ കലാഭവനിൽ കഥ വായിച്ചു ഓർക്കുന്നുണ്ട്. ഒരു കബന്ധം സൈക്കിളിൽ വിട്ട് പോകുന്ന വരയൊക്കെ ആയിട്ട് നമ്പൂതിരി മറ്റേ വരച്ചാണ്, പോയ പോക്കിന് തല വീശിയാണ്, തല മുറിഞ്ഞു പോയി. അങ്ങനെ ഒരു ക്യാരക്ടറുള്ള ഒരു സ്കെച്ചുമായിട്ടുള്ള കഥ കൃഷ്ണൻ നായർ പലതവണ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവം വടക്കം പറവൂരിലോ മറ്റോ ഇങ്ങനെ ഒരു മറ്റേ തലയില്ലാത്ത ഒരു ജഡം സൈക്കിൾ ഓടിച്ചു കൊണ്ടു, അതായിരിക്കാം ഒരുപക്ഷെ നമ്പൂതിരി വരച്ചത്. അപ്പോൾ ഏതായാലും അങ്ങനെ വലിയ സംഘർഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് RSSൻ്റെ ഒരു കേന്ദ്ര യോഗത്തിൽ തന്നെ ഇങ്ങനെ CPM-മായി അങ്ങോട്ടും ഇങ്ങോട്ടും കായികമായി ഏറ്റുമുട്ടി കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നതിനെതിരെ അഭിപ്രായ വ്യത്യാസം വന്നു. കാരണം CPM-ൽ ഭരിക്കുന്നതും ഹിന്ദുക്കൾ തന്നെയാണ്. അതുകൊണ്ട് അത് അവസാനിപ്പിക്കണമെന്നൊരു അഭിപ്രായം വന്നു. CPM-നും അത് ശരിയായില്ല. കാരണം അങ്ങനെയല്ല, അവർ വിചാരിക്കുന്ന പോലെ കൊന്നു തീർക്കാനൊന്നും RSSനെ പറ്റില്ല, തിരിച്ചടി കിട്ടും എന്ന് വന്നപ്പോൾ രണ്ട് കൂട്ടർക്കും ഇത് തീരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ശ്രീ M-ൻ്റെ നേതൃത്വത്തിൽ ഒരു ചർച്ചയൊക്കെ നടത്തി. അന്നുള്ള മാധ്യമപ്രവർത്തകരോട് കടക്ക് പുറത്തൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും ഇതിൻ്റെ നിജസ്ഥിതി അറിയില്ല എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയല്ലേ പറയാൻ പറ്റും? എങ്ങനെ പറയപ്പെടുന്നത്? ഒത്തുതീർപ്പുണ്ടാക്കി M മുൻകൈ എടുത്ത്. അതെ, അതില് S സേതുമാധവൻ, M രാധാകൃഷ്ണൻ, O രാജഗോപാൽ, ഗോപാലൻകുട്ടി, P ഗോപാലൻകുട്ടി, 4 പേര് പ്രതിനിധീകരിച്ച് പങ്കെടുത്തു. അതിൽ നടന്നത് ഇങ്ങനെയൊക്കെയാണെന്ന് ഈ ഇക്കണോമിക് ടൈംസിൽ ജോലി ഉണ്ടായിരുന്ന ഒരാൾ RSSനെ പറ്റി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ. അതിൽ M രാധാകൃഷ്ണനെ ഉദ്ധരിച്ചിട്ട് ആ മീറ്റിങ്ങിൽ നടന്ന കാര്യങ്ങൾ ഇന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തത്ത പറയുന്നത് പോലെ ഞങ്ങളിത് ഇങ്ങനെയൊക്കെയാണ് സംസാരിച്ച് ഒത്തുതീർക്കാം. ഈ M രാധാകൃഷ്ണൻ തന്നെ എന്നോടൊരിക്കൽ സംസാരിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഈ നേതൃത്വം അറിഞ്ഞിട്ടൊന്നുമില്ല ഇപ്പോൾ അവിടെയൊക്കെ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ, അത് ലോക്കലൊക്കെ ആയിട്ട് അങ്ങോട്ടുള്ള ചെറിയ വൈരാഗ്യവും ഒക്കെയാണ്. അപ്പോൾ എന്തായാലും അത് ഒഫീഷ്യലി അതിനുശേഷം RSS CPM സംഘടനവും കൊലപാതകങ്ങളും കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഏതാണ്ട് എന്ന് തന്നെ പറയാം. പിന്നെ ആരെ കൊല്ലാനാണ് ഈ ബോംബ് ഉണ്ടാക്കുന്നത്? അത് മറ്റേ കോൺഗ്രസ്സുകാരെ കൊല്ലാനോ അങ്ങനത്തെ കോൺഗ്രസ്സുകാരെ ബോംബൊന്നുമില്ല. ബോംബ് പറഞ്ഞാൽ അവന്മാർ പരിക്കകത്ത് കയറും. പിന്നെ CPM-കാരെ തന്നെ കൊല്ലാനാണോ? എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ CPM-ൻ്റെ ലേബലുള്ള കൊടിസുനിമാരെ പോലെയുള്ള ആളുകൾ അവരുടെ മറ്റ് സ്വകാര്യ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ബോംബുകളാണോ? അതായത് ഇപ്പോൾ വടകരയിലെ തെരഞ്ഞെടുപ്പിന് മുമ്പാണല്ലോ ഒരു ബോംബ് പൊട്ടിയത്. അത് വടകര തെരഞ്ഞെടുപ്പിനെ ശരിക്കും ഒരു ആദ്യഘട്ടത്തിലൊക്കെ താറുമാറാക്കിയ ഒരു സംഭവമാണ്. കാരണം പാർട്ടിക്ക് ഭയങ്കര ആ ബോംബ് പൊട്ടിയ ഞാൻ കണ്ണൂരുണ്ട്. അപ്പോൾ അത് വല്ലാതെ അതിനെ ബാധിച്ചൊരു സംഗതിയാണ്.
പാർട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ RSSകാരെ ആക്രമിക്കാനായിട്ട് ഈ പോപ്പുലർ ഫ്രണ്ടുകാരും ഒക്കെ ഉണ്ട് ഇപ്പോൾ പാർട്ടിക്ക് വേണ്ടി ഈ ഹാച്ച് ജോബ് എന്ന് പറഞ്ഞ് ചെയ്യാനും ഒക്കെ ആയിട്ട്. അപ്പോൾ പാർട്ടിക്കാരത് ചെയ്യേണ്ടതില്ല. ഈ കണ്ണൂരിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വളരെ സൂക്ഷ്മമായിട്ട് തന്നെ നോക്കുകയാണെങ്കിൽ പാർട്ടിക്കകത്ത് അതിഗംഭീരമായ വിഭാഗീയത നടക്കുന്നുണ്ട്. റിഫ്റ്റ് അതിഭീകരമായിട്ടുണ്ട്. ഓരോരുത്തരുടെ കയ്യിലൊന്നും അത് നിൽക്കുന്നില്ല. പി ജയരാജൻ ആർമി എന്നുള്ളത് വളരെ ശക്തമായിട്ട് പോരാളി ഷാജി വരെ തള്ളി പറഞ്ഞു. പോരാളി ഷാജി ഇടയ്ക്ക് വെച്ച് തന്നെ ഞാനിത് നിർത്തിപ്പോവുകയാണെന്ന് പറഞ്ഞല്ലോ. പിന്നെ അത് വലിയൊരു നേതാവിൻ്റെ തന്നെ പേജാണ് എന്ന് പറയുന്നു. EP ജയരാജൻ ആ വോട്ടെടുപ്പ് ദിവസമാകെ നാറ്റിച്ചു. ശൈലജ ഇടഞ്ഞു നിൽക്കുന്നു. ഈ പരാജയം സഹിക്കാവുന്നതിലപ്പുറമായി. അതിന് മുമ്പ് തന്നെ അവർ പോരാടിയിട്ടാണ് മട്ടന്നൂരിൽ നിന്ന് EP ജയരാജൻ നിൽക്കണമെന്നുണ്ടായിരുന്ന സീറ്റ്. അവിടെ ആരെയും ഇപ്പോൾ MP ജയരാജൻ തിരിച്ച് ജില്ലാ സെക്രട്ടറി ആയിട്ട് കയറിയോ? കയറിയിട്ടില്ല. അപ്പോൾ ജയരാജന് തിരിച്ച് ജില്ലാ സെക്രട്ടറി ആയിട്ട് കയറാൻ പറ്റിയില്ല. വടകരയിൽ മത്സരിച്ച് പി ജയരാജന്. അപ്പോൾ ഈ MP ജയരാജനും തിരിച്ച് കയറുമെന്ന് നമുക്കറിയില്ല. കാരണം താൽക്കാലിക സെക്രട്ടറി ആയിട്ട് MP രാജേഷിനെ കൊണ്ടുവന്നതിലൊന്നും പല ആളുകൾക്കും തൃപ്തിയില്ല. സ്ഥിരമായിട്ട് അങ്ങനെ നടത്താൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. ഇപ്പോൾ പത്രവാർത്തകൾ ശരിയാണെങ്കിൽ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ കുറച്ച് ആളുകൾ മറ്റേ ശൈലി മാറണമെന്ന് മുമ്പ് പറയുന്ന പോലെയല്ല, നേതൃത്വം മാറണം എന്ന് പറഞ്ഞതായിട്ടാണ് കാണുന്നത്. വിശ്വസിക്കാൻ കഴിയുമെന്ന് നമുക്കറിയില്ല. കാരണം കേന്ദ്ര നേതാക്കൾ 2 പേര് പങ്കെടുക്കുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരമാണ് എന്ന് പറഞ്ഞപ്പോൾ പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞതല്ല സംഭവം എന്ന് കുറച്ച് സഖാക്കൾ പറഞ്ഞിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. പക്ഷെ തിരുത്തൽ നടക്കുന്നില്ല. പക്ഷേ എന്തായാലും ഈ ബോംബ് രാഷ്ട്രീയം അവസാനിക്കണം. സീന പറഞ്ഞത് എന്താന്ന് വെച്ചാൽ മാറിയിരിക്കുന്നു. എപ്പോഴും ഇവിടെ ഉണ്ടാക്കുന്നുണ്ടെന്നാണ്. അത് അതീവ ഗുരുതരമായ കാര്യമാണ്. കാരണം ഒരു കേരളത്തിലെ ഒരു ജില്ലയിൽ ഇങ്ങനെ നിരന്തരമായി ഒരു സ്കിൽഡ് വർക്കേഴ്സ് ചെയ്യുന്ന പോലെ ഒരു സ്വയം തൊഴിൽ പോലെ ബോംബ് നിർമ്മാണം നടക്കുന്നു. നിരവധി ആളുകൾ കൊല്ലപ്പെടുന്നു. ഇതൊക്കെ UAPA ചുമത്തേണ്ട വകുപ്പാണ് കേരള സർക്കാർ ചെയ്യുന്നത്. ഒരു പക്ഷേ കേരളത്തിലേക്ക് മാത്രം അല്ലായിരിക്കും ഈ ബോംബ് ഉപയോഗിക്കുന്നത്. നിർമ്മിച്ച് പുറത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ നമ്മൾ സംസാരിച്ചപ്പോൾ ഇവിടെ ഇപ്പോൾ ബോംബ് അതിൻ്റെ ആവശ്യം വരുന്നില്ല. RSSകാരുമായിട്ടുള്ള ആക്രമണം നിർത്തി. ആർക്കെതിരെയാണ്? കോൺഗ്രസിനെതിരെയാണോ എന്നൊക്കെ ചോദിച്ചല്ലോ നമ്മൾ. ഇവിടെ ആവശ്യമില്ലെങ്കിൽ ആവശ്യമുള്ള സ്ഥലങ്ങൾ ഇന്ത്യയിൽ പല സ്ഥലങ്ങളും. അതാണ് ഇത് അതീവ ഗൗരവത്തോടെ പരിശോധിക്കേണ്ടതാണ്. ഇത് വേറൊരു രീതിയിലേക്ക് ഇതൊരു തീവ്രവാദ പ്രവർത്തനത്തിന് തുല്യമായി കണക്കാക്കി കേന്ദ്രം നടപടിയെടുക്കേണ്ടതാണ്. NIA അന്വേഷിക്കേണ്ടതാണ്. പക്ഷേ അത് നമ്മുടെ BJP പോലും ആവശ്യപ്പെടുത്തില്ല. പാർട്ടി ഗ്രാമങ്ങളിലേക്ക് കടന്നു കയറാൻ പറ്റാത്ത അവസ്ഥയുണ്ടല്ലോ. NIAക്ക് ചെല്ലാമല്ലോ. അതെ, ചെല്ലണം. അപ്പോൾ NIA ഇത് അന്വേഷിക്കണം. സീനയുടെ ശബ്ദം കേരളത്തിലെ മുഴുവൻ അമ്മമാരുടെയും സഹോദരിമാരുടെയും ശബ്ദമാണ്. ഇല്ലാത്ത കേരളം പാർട്ടി ഗ്രാമങ്ങളായിട്ട് ഇരുന്നോട്ടെ, പക്ഷെ ബോംബുകളില്ലാത്ത പാർട്ടി ഗ്രാമങ്ങളായിട്ട് ബോംബില്ലെങ്കിൽ എന്ത് പാർട്ടി എന്നായിരിക്കും. ഏതായാലും സീന ഉറക്കെ പറഞ്ഞിരിക്കുന്നു പാർട്ടി ഗ്രാമത്തിൽ നിന്ന്. പാർട്ടിക്കാരിയായ സീന പോലും മടുത്തു. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ഈ ബോംബിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കേന്ദ്രം എന്ത് ചെയ്യും എന്നാണ് നമുക്ക് നോക്കേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.